friends, ഞാൻ റനുമേട്ടപ്പുറം ഒരിക്കൽ കൂടി ദ സീ ഓഫ് നോളജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിൽ തന്നെ അതിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എഫക്റ്റുകൾ അങ്ങനെ തന്നെ എങ്ങനെ സേവ് ചെയ്ത് വെക്കാം. നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ എഫക്റ്റ് എടുത്ത് ഈ വീഡിയോയിൽ കിട്ടാൻ മതി. അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിതുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ആഫ്റ്റർ എഫക്റ്റിലാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യാം. ഒരു ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ആക്കാം. ജസ്റ്റ് BGC എന്ന് കൊടുക്കാം. ജസ്റ്റ് പേര് കൊടുത്തു. ഡയറക്ഷൻ ഒരു 5 സെക്കൻഡ് കൊടുത്തു. ഫ്രെയിം 30 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് കളർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. 4 കളർ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. അതിനുവേണ്ടി 4/ ഇത് നമുക്കിതിലേക്ക് ഈ എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കളർ കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കളറിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നതായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും കളർ പൊസിഷൻസ് നമുക്ക് ചേഞ്ച് വരുത്തണം. അതിനുവേണ്ടി ടൈമർ ഓൺ ചെയ്യാം. എല്ലാത്തിൻ്റെയും പോയിൻ്റ് ടൈമർ ഓൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് 2 സെക്കൻഡ് കൊണ്ടുവരാം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് കളർ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. ഒരു 4 സെക്കൻഡ് കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ നമുക്ക് കളറിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് അവസാനം കൊണ്ടുവന്നിട്ട് പഴയതുപോലെ തന്നെ ആക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് വേറൊരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യണം. മെഷ് ബോർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പോസ് നമുക്കൊരു 4 ആക്കാം. ക്ലംസ് നമുക്ക് 4 ആക്കാം. ഓക്കെ, ഇനി നമുക്കിനി ജസ്റ്റ് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യണം. ട്രബിൾ ആൻഡ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതാണ്. ഇത് നമുക്കിതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തരും. നമുക്ക് ഇതിനകത്ത് എമൗണ്ട് ഇപ്പോൾ നമുക്കൊരു 300 ആക്കാം. അതിനുശേഷം കോംപ്ലക്സിറ്റി ഒരു 7.5 ആക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാവുന്നൊരു കളർ എഫക്റ്റാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് പ്രീസെറ്റായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കാം അതാണ് നമ്മൾ നോക്കാം. അതിനുവേണ്ടി ഇത് ഓൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആനിമേഷനിൽ വന്നിട്ട് സേവ് ആനിമേഷൻ പ്രീസെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ യൂസർ പ്രീസെറ്റുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് വന്നു. നമുക്ക് ജസ്റ്റ് BG എന്ന് കൊടുക്കാം, BGC എന്ന് തന്നെ കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇപ്പം പ്രീസെറ്റ് സേവ് ആയിട്ടുണ്ട്. സെർച്ചിൽ പോയിട്ട് നമുക്ക് നമ്മുടെ എഫക്റ്റിൻ്റെ പേരൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എഫക്റ്റ് ഇതാണ്. നമുക്കിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് പുതിയതായിട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പ്രീസെറ്റ് നമുക്ക് സെർച്ച് ചെയ്യാം, BGC. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്യും. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ആ പ്രീസെറ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ഇനിയിപ്പോൾ യൂസ് ചെയ്യുകയും ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലും ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും, ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലും ഷെയർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. മൈ കമ്പ്യൂട്ടറിൽ വരിക, മൈ കമ്പ്യൂട്ടറിൽ വന്നിട്ട് ലോക്കൽ ഡിസ്ക് ഓപ്പൺ ആക്കുക. ഇവിടെ നമ്മൾ യൂസർ എടുക്കുക, ഡെല്ലി വരിക, ഏതാ കമ്പ്യൂട്ടർ നമ്മൾ അത് വന്നിട്ട് ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് ഉണ്ട്. ഡോക്യുമെൻ്റ് വന്നു കഴിഞ്ഞാൽ അഡോബ് കാണും. അവിടെ നമ്മുടെ എഫക്റ്റ് ഏത് സോഫ്റ്റ്വെയർ ആണോ അതിൻ്റെ പേര് കാണും. അവിടെ യൂസർ പ്രീസെറ്റിംഗ് ഉണ്ട്. അവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ്. ഇത് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫയലിലോട്ട് നമുക്ക് സേവ് ചെയ്യാൻ നോക്കും. ഇവിടോട്ട് സേവ് ചെയ്യുക. ഇത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റാണ്. ഇതിവിടെ നമുക്ക് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇതിങ്ങനെ തന്നെ നമുക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.